ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് ക്രിസ്മസ് വിരുന്നിൽ ഉൾപ്പെടുത്താൻ പറ്റിയ നല്ലൊരു സ്വീറ്റ് ഡിഷായ ബീട്രൂട്ട് ഹൽവ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടി 1/2 കിലോ ബീട്രൂട്ട് ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. തൊലിയെല്ലാം ചെത്തി നല്ലതായിട്ട് കഴുകിയിട്ട് ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഗ്രേറ്റ് ചെയ്യുമ്പോൾ ചെറിയ ഹോൾസ് ഉള്ള ഗ്രേറ്റർ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ അതിലങ്ങ് ഗ്രേറ്റ് ചെയ്താൽ മതി. 1/2 കിലോ എന്ന് പറയുമ്പോൾ ഇത് ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 4 കപ്പുണ്ട്. 250 ml കപ്പിൽ 4 കപ്പുണ്ട്. ആദ്യമേ നമുക്കിതെല്ലാം ഒന്ന് നെയ്യിൽ വറുത്തെടുക്കണം. അപ്പോൾ ഞാൻ ഒരു 5 കാഷ്നട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു 1.5 ടേബിൾ സ്പൂൺ പിസ്ത എടുത്തിട്ടുണ്ട്. അതും ഒന്ന് 2-3 കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ 2 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി. ഇപ്പോൾ പിസ്ത ഇല്ലെങ്കിലും കുഴപ്പമില്ല, കാഷ്നട്ടും ഉണക്കമുന്തിരി എടുത്താലും മതി. ഇപ്പോൾ ഒരു പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നെയ്യ് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് കാഷ്നട്ടും പിസ്ത ഇട്ട് കൊടുക്കാം. അതിൻ്റെ നിറം മാറാൻ തുടങ്ങുമ്പോൾ ഈ ഉണക്കമുന്തിരിയും ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ നിറം ചെറുതായിട്ടൊന്ന് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതും ഇട്ട് കൊടുക്കാം. ഒരുപാടങ്ങ് ചുമക്കൊന്നും വേണ്ട. ഈ ഉണക്കമുന്തിരി ഒന്ന് വീർത്ത് വന്നാൽ മതി. ഇതായിട്ടുണ്ട്, കോരിയിടുക. ഇനി അതേ നെയ്യിലോട്ട് നമുക്ക് ഈ ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഈ ബീട്രൂട്ട് നല്ലതായിട്ടൊന്ന് ഈ നെയ്യിൽ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ ബീട്രൂട്ടിൻ്റെ വെള്ളമെല്ലാം ഒന്ന് വറ്റണം. അത് ഒരു കുറച്ചൊന്ന് വേവണം, ഒരു 50%. അപ്പോൾ അതുവരെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇതിപ്പോൾ ഈ ബീട്രൂട്ടൊക്കെ കുറച്ചൊന്ന് വഴന്നിട്ടുണ്ട്. ഇതിനകത്ത് വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്, കണ്ടില്ല, ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 200 ml പാൽ ചേർത്ത് കൊടുക്കണം. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ പാലിൽ കിടന്ന് വേണം ഈ ബീട്രൂട്ട് വേവാൻ. ഈ ബീട്രൂട്ട് നല്ലതായിട്ട് വേവണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഈ ബീട്രൂട്ട് നല്ലതായിട്ട് വെന്ത് കഴിഞ്ഞിട്ട് പഞ്ചസാര ചേർക്കാവും. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ ബീട്രൂട്ട് വേവത്തില്ല. വേവെന്ന് വെച്ചാൽ വെന്ത് കുഴയണ്ട. നമ്മൾ ക്യാരറ്റ് ഹലുവയൊക്കെ എടുക്കത്തില്ലേ, അതുപോലെ ആയാൽ മതി. ഈ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തത് കുറച്ചൊന്ന് അറിയണം, അതുപോലെ കിടക്കണം. നമ്മൾ നോർമൽ ഹലുവയൊക്കെ ഉണ്ടാക്കുന്ന പോലെ അങ്ങ് കുഴഞ്ഞു പോകരുത്. ഇടയ്ക്കിടയ്ക്ക് ഒന്നിങ്ങനെ ഇളക്കി ഇട്ട് കൊടുക്കണം. ഇത് അടച്ചു വെക്കൊന്നും വേണ്ട. ഈ പാലൊക്കെ ഒന്ന് വറ്റി വരണം, ബീട്രൂട്ടും വേവണം. 200 ml പാലെന്ന് പറയുമ്പോൾ ഒരു 3/4 കപ്പോളം പാലുണ്ട്. ഇപ്പോൾ ഈ പാലൊക്കെ ഇവിടെ വറ്റിയിട്ടുണ്ട്. ബീട്രൂട്ടൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 75 ഗ്രാം പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഏകദേശം ഒരു 1/2 കപ്പ് കാണും. പഞ്ചസാരയൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഒരു 1/2 കപ്പ് നിറച്ചിടാം. അപ്പോൾ ഈ പഞ്ചസാരയും കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ പഞ്ചസാരയൊക്കെ മെൽറ്റായി ഇതുപോലൊന്ന് ലൂസായിട്ട് വരും. എന്നിട്ട് ഇത് ഡ്രൈ ആയിട്ട് വരണം, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. തീ കൂട്ടിയൊന്നും വെക്കണ്ട. പതുക്കെ ഈ പഞ്ചസാര കിടന്ന് വേണം ഇത് വറ്റി വരാൻ. മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയത്തിൻ്റെ ലോ ഫ്ലെയിമിൻ്റെ ഇടയിൽ ഇട്ടാലും മതി. ഈ പഞ്ചസാര അലിഞ്ഞതൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്, ഉണ്ടല്ലേ, ഒന്നുകൂടെ ഒന്ന് കുഴഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 50 ml കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക്. ഇപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് നിങ്ങളുടെ ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, പഞ്ചസാരയുടെ അളവ് കൂട്ടി കൊടുത്താൽ മതി. അതായത് ഒരു 100 ഗ്രാം പഞ്ചസാര എടുക്കണം. ഇനി ഇതും കൂടെ ഒന്ന് കുറച്ചൊന്ന് വറ്റി വരട്ടെ. കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞ് ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് ഒരു 2 ടേബിൾ സ്പൂണും കൂടെ നെയ്യ് ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് ഇതും കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ സമയത്ത് തന്നെ ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു നുള്ളു ഉപ്പ്. ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് ഇളക്കാം. ഇപ്പോൾ കണ്ടില്ലേ, കുറച്ചുകൂടെയൊക്കെ ഒന്ന് തിക്കായിട്ടുണ്ട്, നെയ്യൊക്കെ തെളിഞ്ഞിട്ടുണ്ട് അല്ലേ. ഇതുപോലത്തെ രീതി ഇങ്ങനെ നീക്കിയാൽ ഇങ്ങനെ നീങ്ങി വരണം. ഇനി ഇതിലോട്ട് ഈ വറുത്ത് വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കാം. ഇതും കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇല്ല, ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബീട്രൂട്ട് ഹൽവ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്കൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഹൽവ ഇത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കണേ. താങ്ക് യു.